യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 49-ാം വാക്യം. അപ്പോൾ ആ രാജസേവകൻ അവനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്ന വാർത്തയുമായി ദൂതന്മാർ എതിരെ വന്നു. ക്രിസ്തു പറയുന്നത് അപ്പാടെ ലേശം പോലും മനസ്സിൻ്റെ അകത്ത് ഒരു ശങ്കയില്ലാതെ സ്വീകരിക്കാൻ കഴിയുമോ നിനക്ക്? ആ രാജസേവകൻ യേശു പറഞ്ഞത് അപ്പാടെ, നിൻ്റെ മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വീട്ടിൽ നിന്ന് ആ സൗഖ്യത്തിൻ്റെ വാർത്ത എത്തുകയാണ്. ദൂരമൊരു വിഷയമല്ല, സ്നേഹമുള്ളവരെ, സ്ഥലമൊരു വിഷയമല്ല. യേശു ക്രിസ്തു ഇടപെടേണ്ടടുത്ത് ഇടപെട്ടിരിക്കും. അവനെ വിശ്വസിക്കാമോ? നിൻ്റെ ജീവിതത്തിൻ്റെ തലവര മാറ്റാൻ കെൽപ്പുള്ളവനാണ് ഈശോ എന്ന് വിശ്വസിക്കാമോ? രാജസേവകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിൻ്റെ ജീവിതത്തിലും സംഭവിക്കും. വിശ്വസിക്കാമോ? വചനം നിറവേറുക തന്നെ ചെയ്യും. കൃപയുള്ളതാവട്ടെ. വിശ്വസിച്ച് വചനം സ്വീകരിക്കാം, വിശ്വസിച്ച് വചനം വായിക്കാം, വിശ്വസിച്ച് വചനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അത്ഭുതം എൻ്റെ ജീവിതത്തിൽ തന്നെ നടക്കും. ആമേൻ.